ഇന്ന് ഞാൻ സർപ്രൈസ് തന്നിരിക്കും. ഹലോ എക്സ്ക്യൂസ് മീ, ഇവിടെ വരുന്നുണ്ട്. എടാ രാജേഷ്, നീ ഇപ്പൊ ഇവിടെയാണോ താമസം? എടി വീണ, നീ ഇപ്പൊ ഇവിടെയാണോ ജോലി ചെയ്യണേ? എന്നെ ഇവിടെയാടാ കെട്ടിച്ചേച്ചേ. ബേബി, നമുക്ക് കൂടുതൽ തന്നെ ഇവിടെ 10 സെന്റ് സ്ഥലം മേടിക്കണം. അതെന്താ പെട്ടെന്ന് അങ്ങനെ? ഇല്ല, മുതലിന് ഇവിടെ കെട്ടിച്ചേച്ചേക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ വിലക്കുറവായിരിക്കും, അതുകൊണ്ട് അങ്ങ് മേടിക്കാം. നമ്മുടെ കണക്കിലെ മോട്ടർ ഇല്ലയോ, അതിൽ ഇച്ചിരി വലിയ തുരുമ്പുള്ളത്, അതിനെക്കാട്ടും വലിയ ആനത്തുരുമ്പായി വന്നു നിൽക്കുന്നത്. സ്ഥലം പറയാ വീടേ. ഓ ഇടി, ഞാൻ തോന്നിയ ജംഗ്ഷനിൽ പുതിയ 2 നില വീട് വെച്ച് കണ്ടായിരുന്ന? ഓ മറ്റേ 2 നില വീട്. നോക്കൂത്തി വയ്ക്കുമ്പോ നല്ല നോക്കൂത്തി വെക്കണ്ടേ? ഇത് ഒരുമാതിരി ഒരു ഷേപ്പും ഇല്ലാത്തൊരു നോക്കൂത്തി. നോക്കൂത്തിയാ? ഒരു മഞ്ഞ ടീഷർട്ടും ഒരു കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ടുള്ള ഒരു നോക്കൂത്തി. ഇയാള് നോക്കൂത്തിയല്ല, പിന്നെ തിമിരത്തിന്റെ ഓപ്പറേഷൻ കണ്ട് എന്റെ അച്ഛൻ കാറ്റ് കൊള്ളാൻ നിന്നടാ വെളി. പിന്നെ എടാ, നീ ഇപ്പൊ ഗൈഡാണാ? അങ്ങനെ ചോദിച്ചേ. ഒരു മദാമയും കൊണ്ട് കിടക്കണ്. ഇയാള് മദാമയല്ല, അതെന്റെ ഭാര്യ. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിന്റെ ഭാര്യ ക്ലാട്രിൻ. ഇവിടെ ജനിച്ചടക്ക നാട്ടിലാണെങ്കിലും അങ്ങ് വളർന്നെടുക്ക അമേരിക്കയില. മദാമ പെണ്ണ മിമിക്രി. ഞാൻ പണ്ട് കോളേജിൽ മിമിക്രി ഒക്കെ ചെയ്ത് നടന്നല്ലേ, അതുകൊണ്ട് നമ്മള് മിമിക്രി എന്ന് പറഞ്ഞ അതിന്റെ ആദ്യത്തെ മായം കട്ടായി പോയി. അങ്ങനെ മാക്രി ആയിരുന്നു. എന്റെ കോളേജിലെ പേരെന്ന് ഇവിടെ വിളിച്ചു പോലും. ബേബി, ബേബിക്ക് ഞാൻ സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ? ഇതാണ് സർപ്രൈസ്. ഈ അമ്മച്ചിയാ? I am not അമ്മച്ചി. I am the owner of this nursery. എന്താടാ നഴ്സറി എന്ന് പറഞ്ഞാ? അതല്ല, ഗാർഡന്റെ വേറൊരു പേരാണ് നഴ്സറി. അപ്പൊ നീ ഇതിന്റെ ഓണർ ആണല്ലേ? ജോലിക്കാർക്ക് ഇംഗ്ലീഷിൽ എന്തോ പറയണത് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഇതിൽ അങ്ങ് പിടിച്ചതാ. ബേബി, ഇതെന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച വീണ. ഞങ്ങൾക്ക് വീടിന്റെ ഫ്രണ്ട് വെക്കാൻ വേണ്ടി കുറച്ച് പൂക്കൾ വേണം. അതേതൊക്കെ പൂക്കൾ? ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് വെക്കാനാണെങ്കിൽ ആ കാണുന്ന മൊത്തം ആധാരം പൂക്കളാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഓക്കെ ബേബി, ഇത് കൊള്ളാല്ലേ? ആ പെയിന്റ് ബാട്ടേ വീണ തേനീച്ച പിടിച്ച് മാറ്റി, അത് വള്ളിച്ചൊറിയാനാണ് ചൊറിഞ്ഞു കയറും. എന്നിട്ട് മാറിയില്ല, ചൊറിഞ്ഞു കയറുന്നോ മൊത്തം. ഗ്ലാസ് ഉണ്ടോ? രാവിലെ പിന്നെ കുറച്ച് കപ്പയും നമ്മൾ കുറച്ച് വെളങ്കരിയും കഴിച്ച്. അത് കഴിച്ചപ്പോ ഗ്യാസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു വെളുത്തുള്ളി വിളപ്പിച്ചപ്പോ അതങ്ങ് പോയി. എന്തോന്ന് ഗ്യാസ് ഉണ്ടെന്ന്? എടി ഗ്യാസ് അല്ല, പുല്ല്. അല്ല പുല്ല്, വീടിന്റെ ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന പുല്ല്. അത് നിങ്ങൾക്ക് വേണ്ട തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ചെയ്തു തരും. എടാ നീ അത് നോക്കടാ. സൂപ്പർ ചെടി. ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ച ചെടിയാ. ദൈവമേ, എന്റെ മനസ്സിൽ ഒരാൾക്കെങ്കിലും അറിയാൻ പറ്റിയല്ലോ. ഇതെങ്ങനാടി നിന്റെ പഴയ സെൻസ് ഇപ്പോഴും നീ വിട്ടിട്ടില്ല കേട്ടോ ചെടികളോടെ? സെൻസ് ഒന്നും ഇല്ല, എവിടെ വളർന്നേക്കാൻ അമേരിക്കയിലല്ലേ, അതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ലെന്ന്. നിന്റെ കൂടെ കൊറേ കാലം പഠിച്ചല്ലേടാ, അതുകൊണ്ട് നിന്റെ ചെറിയ ചെറിയ ടേസ്റ്റ് ഒക്കെ നമുക്കും അറിയാം. അതെ, ഒരു കമ്പി കടിച്ചാൽ പെട്ടെന്ന്. എന്തിനടാ നീ അവിടെ നിന്ന് മാറിയെന്നേ. ഈ ചെടിയുടെ മഞ്ഞച്ചേര ഏതാണ്ട് കയറി കേട്ടോ. നീ മാറിയെന്നല്ല, നിന്നെ അത് കൊത്തും. മഞ്ഞച്ചേര എന്നെ കൊത്തത്തില്ല, പക്ഷെ നിന്നെ വെള്ളച്ചേര കൊത്തും. എന്തടി വെള്ളച്ചേരയാ? നിന്റെ ഭാര്യയാണെന്ന് ചീറ്റണതടേ. ബേബി, എന്താ ബേബിക്ക് ഇവിടുത്തെ മണം പിടിക്കുന്നില്ലേ? ഇവിടുത്തെ മണം പിടിച്ചു, പക്ഷെ കോണം അതെനിക്ക് പിടിച്ചില്ല. സെൻസ് ഇല്ല. അത് ബേബി പറഞ്ഞതുള്ളതാ. എന്റെ അച്ഛൻ അന്നേ പറഞ്ഞതാ, ഈ ചുട്ട പറങ്ങാന്റെ കെട്ടാതെ വേറെ ആരെങ്കിലും കെട്ടാൻ. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ബേബിയെ മതിയെന്ന്. നിനക്ക് ബുദ്ധിയുണ്ട്. അതെങ്ങനെയാടാ? കാഷ്നട്ടിനൊക്കെ അമേരിക്ക നല്ല വില അറിയാവോ? അതൊക്കെ പോട്ടെ, ആ ഒക്കെ അവളെ കിടക്കട്ടെ. നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആ മറിയല്ലേ, അവളെ ഇവിടെയാണ് കെട്ടിച്ചേച്ചേക്കണേ. ഏത് മറിയാ? എന്തോ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ കിടക്കുന്നൊരു മറിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഒന്നും അറിയാത്ത പോലെ. എന്റെ പൊന്ന് കാറ്ററിംഗ്. പെണ്ണുമ്പിള്ളേരെ പേരെന്ത്? എന്റെ പൊന്ന് ക്ലാട്രിനെ. ഇവന് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഭയങ്കര കുസൃതിയായിരുന്നു. നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു മറിയ ഉണ്ടായിരുന്നു. ഇവ സകലമായ സമയത്തും ആ പെണ്ണിന്റെ പുറകെയായിരുന്നു. അവസാനം ആ മറിയേരെ അപ്പൻ ഇവന്റെ ബാക്കിൽ പപ്പടം കുത്തി വെച്ചാണ് കുത്തി കൊടുത്തത്. ആ പാടിപ്പഴം ഉണ്ടാടാ? ഉണ്ട്. ബേബിക്ക് പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയം ഉണ്ടായിരുന്നോന്നോ? പഠിപ്പിച്ച ടീച്ചറിന് വരെ പ്രണയലേഖനം കൊടുത്ത മുതലാണ് ഈ നിൽക്കുന്നത്. എന്നിട്ടെന്താവാൻ? ടീച്ചർ ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പർ അത് വിചാരിച്ച് ആ 20ന് 4 മാർക്ക് ഇട്ട് അങ്ങ് വിടുകയും ചെയ്തു. നീ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാതെ നിന്റെ അടുക്കള കയറിപ്പോ. കുക്കർ കിടന്ന് വിസിലടിക്കണടി. കുക്കർ വിസിലടിച്ചല്ല, നിന്റെ ആ പെണ്ണുമ്പോൾ അവിടെ കിടന്ന് ദേശത്തിന്റെ എക്സ്പ്രഷൻ എടുക്കണത്. പക്ഷെ ഇച്ചിരി ഓവറായി. ബേബി, കുട്ടിക്കാലത്തെ ഓരോരോ കളിതമാശകൾ ബേബി അത് വിട്ടാന്. ഇന്ന് കുടുംബം കലക്കാതെ തെടിയെടുത്തതാടി. നീ എന്തുവാടാ പറഞ്ഞേ? എത്ര നാളിന് ശേഷമാടാ നീ എന്നെ കാണുന്നത്? എന്നിട്ട് കുടുംബം കലക്കിയെന്ന്. ക്ലാട്രിനെ അറിയാവോ?
പണ്ടിവൻ കോളേജില് ഒരു ടയറിൽ കമ്പടിച്ചൊരു വരവുണ്ട്. കൊണ്ടുവരണേന്ന് ഇച്ചിരി ബിസിനസ് ഡള്ളായപ്പോ ആ കാർ വിട്ടെന്നാണ് ബേബി എന്റെ അടുത്ത് പറഞ്ഞത്. ലംബോർഗിനിയാ? ചൊത്താര മണിയന്റെ മോരായശന് ലംബോർഗിനി. മണിയുടെ ഇംഗ്ലീഷ് അടി ബെല്ല, അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടതാ. എന്തായാലും നിങ്ങൾ അതൊക്കെ വിട്ടു. എന്നാലും നിന്റെ ഭാവി ഇങ്ങനെ പോന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബേബിക്ക് അറിയാവോ, ഞങ്ങളെ കോളേജിലെ വാനമ്പാടിയായിരുന്നത്. ഇവളെ പാട്ടൊക്കെ ഞങ്ങൾ ഓരോരുത്തർ കൊതിച്ചിരിക്കുവായിരുന്നു. അത്രയും നല്ല പാട്ടായിരുന്നു ഇവളുടെ. അതൊക്കെ വെച്ച് ജീവിക്കാൻ പറ്റുവാടാ? അതൊക്കെ വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. ഇവള് ഭയങ്കര സെലക്റ്റീവാന്ന് അറിയാവോ. ഒരു മുട്ട പിന്നെ പോലെ സെലക്ട് ചെയ്തിട്ടേ അവൾ എടുക്കത്തുള്ളൂ. ഇവിടെ ചുമ്മാ വന്നിരിക്കുന്നേ. അവളുടെ ഭർത്താവ് നല്ല ജോലിക്കാരനായിരിക്കും. എടാ, ജീവിതത്തിൽ എല്ലാം സെലക്ട് ചെയ്യുന്ന എനിക്ക് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സെലക്ട് ചെയ്തപ്പോ പാളിപ്പോയി. എന്തുവാടി? എന്റെ ഭർത്താവ് ആരാണ്ട് പറഞ്ഞ് സ്പിരിറ്റിൽ ഇട്ട് വെച്ചേക്കണ സാധനങ്ങളൊന്നും ഒരിക്കലും കേടാവൂലെന്നും പറഞ്ഞ് പുള്ളി ഇപ്പൊ 24 മണിക്കൂറും കൂടിയ. സോറി, നീ ക്ഷമിക്ക്. അതെ, എനിക്ക് വേണ്ടി കുറച്ച് പാട്ട് പാടാം. ഒരു പാട്ട് പാടാവും. വേണോടാ? കോളേജിന്റെ ഇലക്ക് കുറച്ച് പാട്ടൊന്ന് പാട്. പാടല്ലേ? പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം താളക്കൊമ്പത്തു ഞാനാടി പാടൂ നാട്ടുമൈനേ കൂടെയാടൂ ചോലമയിലേ. എന്റെ തിക്കള ഇവിടെ വിട്ടു നിൽക്കുക. പ്രോത്സാഹനം നമ്മൾ എന്തായാലും കൊടുക്കണ്ടേ. നിന്റെ ഫോട്ടോ അല്ലായിരുന്നു, നീ ഇപ്പോഴും ടച്ച് വിട്ടിട്ടില്ല കേട്ടോ. ഇയാളല്ല ടച്ച് വിടാണ്ട, നീയാണ് ടച്ച് വിടാണ്ട. അല്ലടാ, നിന്റെ വൈഫ് പാടുവോന്നോ? ഉറക്കത്തിലെ കൂർക്കമ്പലി പോലും അവതാളത്തിലാ പോന്നെ. പാടുവോന്ന് പോലും. അയ്യോ, ഞാൻ പാടും. എന്നാ പിന്നെ രണ്ടുപേരും ശ്രമിച്ചു നോക്കാം. എനിക്ക് പാട്ട്. ശവനാറി പൂവെടുത്ത് കുത്തിക്കയറ്റി കൊട്, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആൾക്കാർ ആരെങ്കിലും ചത്തെന്നും പറഞ്ഞ് കയറി വരുവാടാ. എന്റെ ടീച്ചേട്ടാ, എവളോട് പൊറുക്കണേ. അങ്ങേക്കാട്ടി മേളി നാളെ അവള് പാടിയത്. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, എങ്ങനെ സാധിക്കണ ഈ നാക്കു കുരുങ്ങാത്ത അടിക്കാൻ? ഈ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ എന്റെ ബേബി എന്നെ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനും എന്റെ ലളളെ ഞാൻ പറഞ്ഞത് എന്റെ ബേബിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഡാഡിയെ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ ഡാഡി വന്നാൽ നിങ്ങളൊന്നും ഇവിടെ കാണൂല. എന്റെ ഡാഡി മേടിച്ചെന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോകും. ബേബി, അപ്പൊ എന്റെ വിസ അതങ്ങ് കീറിക്കളാ. ഇപ്പൊ പോയതിന്റെ ഒരു നട്ടല്ല ലൂസ് മൊത്തം പോയി കിടക്കുക. നീ ഒറ്റരുത്തി കാണാണ് എന്റെ വിസ പോയത്. ഇടി, ഞാൻ നിന്റെ കടയിൽ ചെടി മേടിക്കാനല്ലടി വന്ന, എന്റെ വീടിന്റെ ഫ്രണ്ട് അലങ്കരിക്കാൻ വേണ്ടി. അതിനാണോടി ഇത്രയും വലിയ പണി നീ എനിക്ക് തന്നത്? എടാ, നിന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഈ കാണുന്ന നല്ല നല്ല ചെടികൾ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം നീ ആ വീട്ടിന്റെ അകത്തിരിക്കുന്ന ലളളളെ ഒന്ന് പിടിച്ച് നന്നാക്ക്. അപ്പം നിനക്ക് സമാധാനം കിട്ടും. ശ്രമിച്ചു നോക്കാം.